ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഡെലിവറി ബാഗ് പാക്കിംഗ് ആണ് ഇൻ സൗദി അറേബ്യ. ഞാനിപ്പോൾ സൗദി അറേബ്യയിലായതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് നമ്മൾ ഒരു ഡെലിവറിക്ക് പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കേണ്ട ഒരു പെട്ടിക്കകത്ത് തന്നെ ഒരു സൈഡിൽ അമ്മയുടെയും ഒരു സൈഡിൽ വാവയ്ക്കും ആവശ്യമായിട്ടുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ഡെലിവറി ബാഗ് പാക്കിംഗ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്ന് എന്തിട്ടൊക്കെ ഇതിനകത്ത് പാക്ക് ചെയ്യുന്നത് കാണിക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ട് ഞാനൊരു 3 ജോഡി ഡ്രസ്സും അതിന് വേണ്ട ഇന്നേഴ്സും എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ സൗദിയിൽ നമുക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു ദിവസത്തെ അഡ്മിഷന്റെ ആവശ്യമുള്ളൂ, സീസറിയൻ ആണെങ്കിൽ 2 ദിവസത്തെ അഡ്മിഷന്റെ ആവശ്യമുള്ളൂ. അതായത് നമ്മുടെ അവർ ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ് പാഡ്. അത് നമ്മുടെ ആവശ്യാനുസരണം ഒരു 5-6 എണ്ണം വെച്ചെടുത്തോ. പിന്നെ ഒരു ബാത്ത് ടവല്. പിന്നെ ഇവിടെ സൗദി അറേബ്യ ആയതുകൊണ്ടും നമുക്ക് ഇടാൻ എളുപ്പമായതുകൊണ്ടും ഞാനൊരു പർദ്ദയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഡിസ്ചാർജിന്റെ സമയമാകുമ്പോഴേക്കും ഇട്ടുകൊണ്ട് വീട്ടിലേക്ക് റിട്ടേൺ വരാനായിട്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൂസ് ജോലി ഡ്രസ്സ് എടുത്താലും മതി. പിന്നെ ഒരു ചെറിയ ബാഗിൻ്റെ അകത്ത് എൻ്റെ ചെറിയ ആക്സസറീസ്, എന്നിട്ട് ഫേസ് ക്രീം, ചീപ്പ്, പിന്നെ കൺമഷി, അങ്ങനത്തെ ലിപ് ബാം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും, പിന്നെ ഈ മുഷിഞ്ഞ ഡ്രസ്സുകൾ നമുക്ക് മാറ്റിയിടാനായിട്ടുള്ള ഒരു എംപ്റ്റി കവറും. ഇത്രയും മതി അമ്മയ്ക്ക് ഡെലിവറിക്ക് ആവശ്യമായിട്ട്. അല്ലാണ്ട് വേറെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ചെറിയ കിറ്റിൻ്റെ അകത്ത് സോപ്പ്, ചീർപ്പ്, സ്ലിപ്പേഴ്സ്, അതൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ തരും. അപ്പൊ നമുക്ക് അതൊന്നും പിന്നെ എക്സ്ട്രാ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇതിൻ്റെ അകത്തുള്ളൂ. ഇത്രയും നമുക്ക് അവിടെ ആവശ്യം വരുന്നുള്ളൂ. ഇതാണ് അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ഞാനൊരു ചെറിയ ബാഗിൻ്റെ അകത്ത് ചാർജറും ഹെഡ്സെറ്റും ഫോൺ എടുക്കുന്നുണ്ട്. അത് ഞാൻ എക്സ്ട്രാ പിടിക്കാനായിട്ട് എൻ്റെ ഒരു ചെറിയ ബാഗിൻ്റെ അകത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നമ്മുടെ ബേബിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഈ സെയിം പെട്ടിയിൽ തന്നെ വെച്ചാൽ മതി. കാരണം നമുക്ക് ഒരുപാട് ഡേയ്സ് ഒന്നും ഹോസ്പിറ്റലിൽ സ്റ്റേയുടെ ആവശ്യം വരില്ല. അപ്പൊ ഈ സ്മോൾ ബോക്സിന്റെ ഒരു സൈഡിൽ അമ്മയുടെ കഴിഞ്ഞു, അപ്പുറ സൈഡിൽ ബേബിയുടെ വെക്കാനായിട്ട്. ബേബിക്ക് നമ്മള് ലേബർ റൂമിലുള്ള സമയത്തായിരിക്കുള്ളൂ എന്തായാലും പുറത്ത് നിൽക്കുന്ന ആരുടെങ്കിലും ബേബിയുടെ ഡ്രസ്സ് ചോദിക്കുക അവര്. അപ്പൊ ബേബിക്ക് ഫസ്റ്റ് ആയിട്ട് ഇടാനുള്ള ഒരു ജോഡി ഡ്രസ്സ്, പിന്നെ ഒരു ഡയപ്പർ, അതുപോലെ ബേബിനെ പൊതിയാനായിട്ട് ഒരിങ്ങനത്തെ ക്ലോത്തിങ്. അത് സെറ്റാക്കി നമ്മൾ ഒരു കവറിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾക്ക് ഇത് അവർക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് അവർക്ക് പറഞ്ഞു വെക്കാം, ബേബിക്ക് ഡ്രസ്സ് ചോദിക്കുമ്പോൾ ഈ കവർ ഇട്ട് കൊടുക്കാൻ മതി. അപ്പൊ അത് ഞാൻ ആദ്യം തന്നെ വെച്ചു. പിന്നെ ബേബിക്ക് മാറാനുള്ള ഒരു 5-4 ജോഡി ഡ്രസ്സ്, പിന്നെ ഈ കുഞ്ഞുടുപ്പുകളില്ലേ, കുഞ്ഞുടുപ്പ്, അതായത് ഇങ്ങനത്തെ ഒരു 2-3 എണ്ണം വെക്കുക. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് ബേബീനെ ഇരിക്കാനായിട്ട് കവർ ചെയ്തണ മോഡല് 2-3 ഇതും വെക്കാം. അതിന്റെ കൂടെ ബേബിനെ കവർ ചെയ്യാനായിട്ടുള്ള 2 ഇങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടംപോലെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. ഇതല്ലാതെ നമ്മള് അലക്കി അയൺ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഫ്രഷ് ആയിട്ട് പുതിയതാണ് യൂസ് ചെയ്യുമ്പോൾ അത് ചില ബേബീസിന് അലർജി ഒക്കെ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ മേടിച്ച് ഇതൊക്കെ അലക്കി വെച്ചിരിക്കണം. പിന്നെ ഒരു ബേബി ഡയപ്പർ ഒരു പാക്കറ്റ് എന്തായാലും വേണ്ടി വരും ബേബീസിന്. ബേബി ഡയപ്പർ പാക്കറ്റും, പിന്നെ ഇത് വൈപ്സ് വാങ്ങുമ്പോൾ എപ്പോഴും 99.9% വാട്ടർ അടങ്ങിയിട്ടുള്ള വൈപ്സ് ആണ് നമ്മൾ എപ്പോഴും മേടിക്കാനായിട്ട്. ഇതാണ് ബേബീസിന് ഏറ്റവും നല്ലത്. അല്ലാത്തത് ബേബീസിന് അലർജി ഉണ്ടാക്കും. ഇതില് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള കാരണം അവർക്ക് അലർജീസ് ഒന്നും ഉണ്ടാക്കൂല. ഇത് നമുക്ക് ഇപ്പോഴത്തെ സൈഡിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗ് പാക്കിംഗ് കഴിഞ്ഞു. നമുക്ക് ഒരു ഡെലിവറിക്ക് പോകുമ്പോൾ ഇത്ര സംഭവങ്ങളെ ആകെ ആവശ്യം വരുന്നുള്ളൂ, അമ്മയ്ക്കും കൊച്ചിനാണെങ്കിലും. വേറെ ഒന്നും നമ്മള് പിള്ളേരെ ഇടിക്കൂല. കാരണം കുട്ടികളും ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു, അവർക്ക് ഒരുപാട് ആവശ്യമില്ല, ഒരുപാട് സ്റ്റേയുടെ ആവശ്യമില്ല. പിന്നെ ബേബീസിന് നമ്മൾ എന്തായാലും ഈ 1-2 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ കുളിപ്പിക്കില്ല. അപ്പൊ നമുക്ക് ബേബി സോപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും സംഭവങ്ങൾ മാത്രം പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട്
ഒരു ചെറിയ ബോക്സിന്റെ അകത്ത് തന്നെ അമ്മയുടെയും കൊച്ചിയുടെ ഡ്രസ്സ് ഒരുമിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ ഒരു കുഞ്ഞു ബാഗിന്റെ അകത്ത് ഞാൻ ഒരു സൈഡ് അമ്മയ്ക്കുള്ളതും ഒരു സൈഡ് ബേബിക്കുള്ള പാക്കിങ് മൊത്തം കഴിഞ്ഞു. നമ്മൾ എപ്പോഴും ഡെലിവറി പാക്കിങ് ചെയ്യുമ്പോൾ ഒരു 37 വീക്സ് കഴിയുമ്പോഴേക്കും ചെയ്ത് വെക്കായിരിക്കും നല്ലത്. ആർക്കും എന്ത് എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് പോകാനായിട്ട് ബാഗ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെ കുറിച്ച് വറി ചെയ്യണ്ട. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ഓർഡർ 37 വീക്സ് ആകുമ്പോഴേക്കും നമ്മളെപ്പോഴും ഡെലിവറി ബാഗ് പാക്ക് ചെയ്തിരിക്കണം. എനിക്കിന്ന് 40 വീക്സ് ആണ്. ഞാൻ നാളെ ഹോസ്പിറ്റലിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ ബാക്കി വീഡിയോസ് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിലെന്തെങ്കിലും എക്സ്ട്രാ എനിക്ക് വേണ്ടി വന്നോന്നും ഞാൻ അപ്പൊ നിങ്ങൾ അറിയിക്കാം. ഓക്കെ, എന്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.